ഇതാ ഒരു മായാലോകം എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആ സയൻറ്റിസ്റ്റ് കരിയിലയും അഴുകിയ കരിയിലയും ഒക്കെ നിറഞ്ഞ മണ്ണ് ചാക്കിൽ നിറയ്ക്കുന്നത് വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി എന്ത് സംഭവിച്ചെന്ന് നോക്കാം. അപ്പോൾ ആ അഴുകിക്കിടന്ന കരിയിലയും മണ്ണുകളും എല്ലാം കൂടി തന്നെയാണ് ചാക്കിലേക്ക് നിറച്ചത്. എന്നിട്ട് അയാൾ വേഗം ബോട്ടിലൂടെ കടലിലെത്തി. കടലിൽ നിന്ന് കപ്പലിലേക്ക് കയറി മറക്കാതെ ആ ചാക്കും കൂടെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു, ആ മണ്ണ് നിറച്ച ചാക്ക്. അപ്പോൾ കപ്പലിൽ വെച്ച് കൂട്ടുകാരുടെ കൂടെ ആ ചാക്ക് തുറന്ന അദ്ദേഹം ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. കാരണം ആ ഒരു മണ്ണിൽ തന്നെ അദ്ദേഹത്തിന് അത്രയധികം ചെറിയ ചെറിയ ജീവികളെ കാണാൻ കഴിഞ്ഞു. അത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറയാണ്, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ചെറിയ ജീവികൾ തന്നെ ഇതിൽ കുറേ ഉണ്ടല്ലോ, അപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് വേറെയും ഉണ്ടാവുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പം മറ്റ് ജീവികളെ കാണാൻ വേണ്ടിയിട്ട് ഒരു വലിയ തരം ലെൻസ് അയാൾ എടുത്തിട്ട് ഇതേപോലുള്ള ലെൻസ് എടുത്തിട്ട് അയാൾ പരിശോധിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം പല പല ജീവികളെയും കണ്ടു. അത് തന്നെ മണ്ണിൻ്റെ ചെറിയ ചെറിയ തരികളിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അവർ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ ജീവികളെയും കണ്ട് അവർ അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ വിശാലമായ ലോകത്ത് നിന്നും ഒരു തരി മണ്ണിലേക്ക് കണ്ണ് ചുരുക്കിയപ്പോൾ തന്നെ അയാൾക്കൊരു വലിയൊരു മായാലോകം തന്നെ കാണാൻ പറ്റി. അവിടെയുള്ള ജീവികളെയും അവിടെയുള്ള ആ ഒരു ഇരുട്ടിൽ ഇര തേടുന്ന ജീവികളെയും അതുപോലെ തന്നെ ആ വിശാലമായ ഇലകൾ അവർക്കൊരു പാഠം തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഫംഗസ് ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ പറ്റി അദ്ദേഹത്തിന്. അതുപോലെ തന്നെ സൂപ്പർ ഹൈവേകളൊക്കെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ആരും അമ്പരപ്പിക്കുന്ന തരത്തിലായിരുന്നു അതിൻ്റെ ആ ഒരു സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ. ചെറിയ ചെറിയ വണ്ടുകളൊക്കെ ഓരോ വിത്തുകൾ പോലെ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഇരപിടിയന്മാർ കാണുന്നതിന്. അങ്ങനെ പല പല കാര്യങ്ങളും അവർക്കതിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റുകയാണ്. അങ്ങനെ തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികൾ ജീവിക്കുന്ന ആ ഒരു ലോകത്തെ മാത്രമായി കണ്ട് പുറം ലോകത്തെ ഈ ഒരു ആൾ മറന്നു പോവാണ് ചെയ്യുന്നത്. എന്നിട്ട് അയാൾക്കും തോന്നുകയാണ് ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന സ്റ്റോറിയിലെ പോലെ ഇയാളൊരു അത്ഭുത ലോകത്തേക്ക് ചുരുങ്ങി ചുരുങ്ങി എത്തിയതായിട്ട്, ഒരു ആലീസ് ഇൻ വണ്ടർലാൻഡിലെ ആലീസിനെ പോലെ ആയി അയാൾക്ക് തോന്നി. ഒരു പിടി മണ്ണിനുള്ളിൽ പോലും വലിയൊരു മായാലോകം തന്നെയുണ്ടെന്ന് നമുക്ക് ഈ ഒരു കഥ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റോറി.